നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇൻ്റഗ്രേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ചെന്ന് പറയാനില്ല ഒരൊറ്റ ഇക്വേഷൻ അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് കഴിഞ്ഞ വീഡിയോയിൽ അവർ ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കിയുള്ള മെത്തേഡുകളിൽ പോലും കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലംസ് ചെയ്ത ഈ ഇക്വേഷൻ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ പവർ ഒന്ന് കൂട്ടിയിട്ടും എഴുതി കൊടുക്കുക, താഴെ അതേ നമ്പർ എക്സ് റേസ് ടു 5 ആണെങ്കിൽ താഴെ 5 തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ മറക്കണ്ട, ഇത് ഇനി നിങ്ങൾ എല്ലാ മെത്തേഡിലും കാണും. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ്റെ മെത്തേഡുകളാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും മെത്തേഡ് എന്ന് പറയാനില്ല, ഇൻ്റഗ്രേഷൻ പല ടൈപ്പിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് മെത്തേഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് വലിയ ടാസ്ക്. അപ്പോൾ അതിൽ ചെയ്ത് അങ്ങനെ ട്രാക്കിലാവുക വേണ്ടത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ തുടക്കത്തിൽ നോക്കുന്നത്. കൂട്ടത്തിൽ സ്റ്റാർ ഇട്ട് പഠിക്കേണ്ടതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. മറ്റേ ഇക്വേഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ്റഗ്രേഷൻ കഴിയുന്നത് വരെ എല്ലാ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യും സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേറ്റീവ്സിൻ്റെ കേസിൽ നമ്മൾ ചെയിൻ റൂളായിട്ട് പറഞ്ഞ പോലെ ചെയിൻ റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനുമായിട്ടൊരു സാമ്യമൊക്കെ തോന്നും, ഒരു സിമിലാരിറ്റി ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഫീൽ ചെയ്യും. അതിനുശേഷം നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വേരിയബിൾ ചേഞ്ചിങ് എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാവും എന്താണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് തന്നു കഴിഞ്ഞാൽ അവിടെ വേരിയബിൾ എക്സ് ആണ് അല്ലേ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ വേരിയബിൾ എക്സ് ആണ്. ഈ വേരിയബിളിനെ നമ്മൾ വേറൊരു വേരിയബിളിലേക്ക് യു വി ടി അങ്ങനെ പുതിയൊരു വേരിയബിളിലേക്ക് മാറ്റും. ഇതാണ് മെയിൻ പരിപാടി. പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ, പ്രോബ്ലം ചെയ്താണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ചെണ്ണം ഞാൻ ആദ്യം എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിലേക്ക് പോവാം. ഇൻ്റഗ്രൽ സൈൻ ടു എക്സ് ഡി എക്സ്. സൈൻ എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. എന്തായിരുന്നു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ? അപ്പോൾ ഡെറിവേറ്റീവ് ആലോചിച്ചിട്ട് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ എക്സ് അല്ലേ. അപ്പോൾ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആയിരിക്കും. സൈൻ എക്സിൻ്റെ അറിയാം, സൈൻ ടു എക്സിൻ്റെ എന്നാണ്. നമ്മൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് ആലോചിക്കാം നമുക്ക്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു, ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. സൈൻ എക്സിൻ്റെത് കോസ് എക്സ് ആണ്, അപ്പോൾ കോസ് ടു എക്സ്, പിന്നെ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 2, ചെയിൻ റൂൾ വെച്ച് അപ്ലൈ ചെയ്ത് 2 കോസ് ടു എക്സ് എന്ന് പെട്ടെന്ന് പറയായിരുന്നു. പക്ഷേ ചെയിൻ റൂളൊന്നും നമ്മുടെ ഇൻ്റഗ്രേഷൻ ഇല്ല, കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്ത് വെക്കരുത്. പക്ഷേ ഇങ്ങനത്തെ വരുമ്പോൾ ചെയ്യാനുള്ള എളുപ്പവഴി വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം. ഇൻ്റഗ്രൽ സൈൻ ടു എക്സ് ഡി എക്സ്. ഓക്കെ, ഒന്നത്. പിന്നെ 2x ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 1. അത് മാത്രമല്ല, അതെ ഞാനൊരു 8-9 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയും. അങ്ങനത്തെ ഒരു 9 എക്സാമ്പിൾസ് ഞാനിത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്നതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം, പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, വെറുതെ സമയം കളയണമെന്നില്ല. ഓക്കെ, അപ്പം എല്ലാം ബേസിക്കായിട്ട് പറയണമെന്ന് മാത്രം. ഈ ഇൻ്റഗ്രൽ സൈൻ ടു എക്സ് ഡി എക്സ് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഇതിലൊക്കെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ അതാണ് മെത്തേഡ് ഉള്ളതെന്നുള്ളത് ആദ്യം ഞാനൊരു ക്ലൂ തരാം. നിങ്ങൾ നോക്കി നോക്കും, ഇവിടെ ഒരു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇല്ലേ, കണ്ടു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവിനെ പറ്റി നല്ല ധാരണ വേണം. ഓക്കെ, നമ്മൾ ബേസിക്കായി പഠിച്ച എല്ലാ ഡെറിവേറ്റീവിനെ പറ്റിയിട്ട് നല്ല ധാരണ വേണം. പോളിനോമിയൽ ആകുമ്പോൾ എങ്ങനെയാണ് എക്സ് സ്ക്വയറിൻ്റെത്, എക്സ് ക്യൂബിൻ്റെത്, എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെത്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, പിന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സൈൻ വേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ധാരണ വേണം, എന്നാൽ തന്നെ കിട്ടുള്ളൂ. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇൻ്റഗ്രലിലെ ഡെറിവേറ്റീവ് എന്താണ്, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/2 റൂട്ട് എക്സ്. ഡെറിവേറ്റീവിൻ്റെ ആ ലിസ്റ്റ് നിങ്ങൾ സൈഡിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്തോ, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 2x, അതിവിടെ അല്ലേ. ഓക്കെ, അടുത്ത് നോക്കിയേക്കാം, ടാൻ ഇൻവേഴ്സ് എക്സ് ഇവിടെ ഉണ്ട് അല്ലേ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ, ഡെറിവേറ്റീവ് തറവായിരിക്കണം. ഓക്കെ, ആ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ.
1/1 + x², താഴെ വരിക പറഞ്ഞു കഴിഞ്ഞാൽ 1/1 + x² അല്ലേ, അത് ഇവിടെ ഉണ്ട്. ഇനി ഇത് നോക്കി നോക്കൂ, 2x/1 + x². ഈ 1 + x² ഡെറിവേറ്റീവ് എഗെയിൻ 2x, അതും ഇതിലില്ലേ. ഇനി log x² x, ഇതാണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. log x ഡെറിവേറ്റീവ് എന്താ, 1/x അല്ലേ, അതും ഇതിനകത്തില്ലേ. താഴെ x പറഞ്ഞു കഴിഞ്ഞാൽ 1/x അല്ലേ. അടുത്തത് sin x × sin of cos x. ഇതും അതേ, ബ്രാക്കറ്റിനകത്തുള്ള ഈ cos x ഡെറിവേറ്റീവ് എന്താ, -sin x ആയിരിക്കും, എന്നാലും അതിൽ sin x ഇവിടെ ഓൾറെഡി ഇല്ലേ, പിന്നെ ഒരു മൈനസ് അല്ലേ ഉള്ളൂ. ഈ ഒരു ഐഡിയ കിട്ടാനാണ്, എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. അടുത്ത പോലെ തന്നെ e⁻tan (1 + x²). ഇത് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിലും ഈ tan 1x ഡെറിവേറ്റീവ് എഗെയിൻ 1/1 + x² ആണ്, അത് ഇതിനകത്ത് തന്നെ അല്ലേ. ഓക്കെ, sin 1x/√1 - x². ഇതിലും sin 1x ഡെറിവേറ്റീവ് 1/√1 - x² അല്ലേ, അതും ഇതിനകത്ത് തന്നെ അല്ലേ. അടുത്ത cos √x/√x. ഇവിടെ നോക്കി നോക്കൂ, √x ഡെറിവേറ്റീവ് ഇങ്ങനെ ഒരാൾക്കേ അത് കണക്റ്റ് ആവുള്ളൂ. 1/2√x ആണ് അല്ലേ. 1/√x ഉണ്ട്, ഒരു 1/2 അല്ലേ കുറവുള്ളൂ, അവിടെ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ അധികം വന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു വഴിയാണ് ഇതിലൊക്കെ പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഡെറിവേറ്റീവ് അതിനകത്ത് തന്നെ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, വേരിയബിൾ ചേഞ്ചിങ് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു ഫംഗ്ഷനോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫംഗ്ഷനോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കോഷ്യൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ്. സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു രൂപത്തേക്കായിരിക്കും നിങ്ങൾ മാറ്റുക. ഓക്കെ, ഒരു 90% ഈ രൂപത്തിലായിരിക്കും. ഒന്നുകിൽ x⁻n എന്നുള്ള രൂപത്തിലേക്ക്, അതായത് എക്സിൻ്റെ ഒരു പവർ, സിമ്പിളായിട്ടൊരു എക്സിൻ്റെ ഒരു പവർ എന്നുള്ള രൂപത്തിലായിരിക്കും. ചിലപ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തും അകത്തൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ sin x എന്നുള്ള രൂപത്തിൽ, എക്സ് തന്നെ ആവണമെന്നില്ല, വേരിയബിൾ മാറും നമ്മൾ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ cos x എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ 1/√1 - x² എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ 1/1 + x² എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ 1/x എന്ന രൂപത്തിലേക്ക്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, 1/x എന്ന രൂപത്തിൽ. ഓക്കെ, പിന്നെ sin x, cos x ഒക്കെയാണ്, അതിലും അപ്പുറമാണ് x⁻n എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് വെറുതെ അല്ല, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു രൂപത്തിലേക്കാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റഗ്രലിനെ മാറ്റുക. അതായത് sin x എന്നുള്ള രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം ചാടി കയറി എഴുതാം -cos x ആണെന്ന് അല്ലേ. 1/x എന്ന രൂപത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എഴുതാം അത് log mod x എന്ന ഫോമാറ്റിലാണ് വരിക എന്നുള്ളത്. x⁻n എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, പവർ ഒന്ന് കൂട്ടുക, ആ നമ്പറിനെ താഴെ എഴുതി കൊടുക്കുക. ഇതാണ് ടെക്നിക്ക്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഈ ഒരു 5-6 ഫോമിൽ, ഓക്കെ, 90% ഈ ഒരു 5-6 ഫോമിലായിരിക്കും മാറ്റുക. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ 9 ക്വസ്റ്റ്യൻസും നമുക്ക് പ്രത്യക്ഷത്തിൽ ചെയ്യാൻ കഴിയില്ല, പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ രൂപമാറ്റം വരുത്തുന്നു, എന്നിട്ട് നമുക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ, ആദ്യം തന്നെ ഈ sin 2x സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ sin 2x എങ്ങനെ ചെയ്യുക എന്നുള്ളത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്.